അപ്പോൾ ഞാനിതാ രാത്രി നാളെ രാവിലെ ഇടാനുള്ള ഡ്രസ്സൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. ഒരു ഷാളും പിന്നെ ഈ ഒരു ചുരിദാറുമാണ് ഞാൻ ഇടുന്നത്. പിന്നെ ഞാൻ നേരെ ഉറങ്ങിയിട്ട് അമ്മച്ചിനെ വിളിച്ചപ്പോൾ ഞാൻ കുറച്ച് നീച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ആരെയും വിളിച്ചാൽ വേഗം നീക്കൂട്ടോ. പിന്നെ അങ്ങനെ വേഗം നീച്ച് പോകും. അമ്മച്ചിയോടാണ് വീഡിയോ എടുക്കാൻ പറഞ്ഞിരുന്നത്. അതുകൊണ്ട് ഇങ്ങനെയാണ് നേരെ കുത്തനെയാണ് വീഡിയോ എടുത്തത്. പിന്നെ ഞങ്ങൾ നീച്ച് പിന്നെ രാവിലെ നീച്ച് മാറ്റി വന്നിട്ടുണ്ട്. എങ്ങനെയുണ്ട് എൻ്റെ ഈ ഡ്രസ്സ് ഞങ്ങൾ മക്കനെ കുത്തിയിട്ടാണ് പോകുന്നത്. അപ്പോൾ ഔറത്ത് മറച്ചു വരാനാണ് ഉസ്താദ് പറഞ്ഞിരുന്നത് കേട്ടോ. പിന്നെ അതുപോലെ രാത്രി സമ്മാനമൊക്കെ വാങ്ങാൻ പോകാൻ ഔറത്ത് മറച്ചിട്ട് വരാനാണ് പറഞ്ഞിരുന്നത്. പിന്നെ ഞങ്ങളിതാ റാലിക്ക് എല്ലാവരും നടന്നു. റാലി പോയോ ഇല്ലേ എന്നൊക്കെ ചോദിച്ചാൽ ഇങ്ങനെ എല്ലാവരും നടക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ നടന്നിട്ട് ഞങ്ങളിതാ റോട്ടിൻ്റെ അവിടേക്ക് എത്താനായി. അപ്പോൾ ഞങ്ങളിത് ഇങ്ങനെ നടക്കുകയാണ്. പിന്നെ മദ്രസിൻ്റെ അടുക്ക് എത്തി നല്ല തിരക്കായിട്ട്. പിന്നെ ഉസ്താദ് എന്തൊക്കെയാണ് കൊടി ഉയർത്താണ്. പിന്നെ എല്ലാവരും ഇതാ പുറപ്പെടാൻ തുടങ്ങി. അങ്ങനെ കുറേ സമയം അവിടെ തന്നെ നിൽക്കേണ്ടി വന്നു കേട്ടോ. റാലി കൃത്യം 7 മണിക്ക് ഇറങ്ങും പറഞ്ഞിട്ട് ഒരു 7:40 അങ്ങനെയൊക്കെ അപ്പത്തിനൊക്കെയാണ് ഇറങ്ങിയത്. പിന്നെ റാലി എവിടേക്കൊക്കെ പോവുക എവിടേക്കൊക്കെ വരിക അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നു. അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. പിന്നെ പാട്ടായി അങ്ങനെ ഓരോന്നൊക്കെ വിളിച്ചിട്ട് അവർ പോവാൻ പിന്നെ റാലി പോവാലോ ഒരുക്കങ്ങളാണ് കേട്ടോ ഇപ്പൊ നിങ്ങൾ ഈ കാണുന്നത്. അതിന് നേരെ ബാക്കിൽ നമ്മുടെ ബാനർ, ആ ബാനറിന്റെ നേരെ ബാക്കിൽ ഫ്ലവർ ഷോ വിദ്യാർത്ഥികൾ, അതിന്റെ ബാക്കിൽ ഫ്ലാഗ് ഷോ, അതിന്റെ ബാക്കിൽ സ്കൗട്ട്, അതിന്റെ ബാക്കിൽ ദഫ് വിദ്യാർത്ഥികൾ. 2 ലൈനായിട്ടാണ് റാലി പുറപ്പെടുന്നത്. ഒരു ലൈനിൽ രക്ഷിതാക്കളും മറ്റൊരു ലൈനിൽ യുവാക്കളും അണിനിരക്കണമെന്ന് അറിയിക്കുകയാണ്. ഈ മുന്നിൽ നിൽക്കണ എൻ്റെ അനിയനാണ് ഗായ്സ്. ഷാനിനെ കുറിച്ചപ്പോൾ തിരിഞ്ഞു നോക്കണൊക്കെ ഉണ്ട്. അപ്പോൾ പിന്നെ ഉസ്താദന്മാരും ഇടയിൽ കയറി അങ്ങനെ പോവാണ്. അലൈക്കും യാ റസൂൽ സലാം അലൈക്കും യാ ഹബീബ് സലാം അലൈക്കും സ്വലവാത്തുല്ലാഹ് അലൈക്കും യാ നബി സലാം അലൈക്കും യാ റസൂൽ സലാം അലൈക്കും യാ ഹബീബ് സലാം അലൈക്കും. റാലിയൊക്കെ കഴിഞ്ഞത് എല്ലാവരും പെൺകുട്ടികൾ മാത്രം ഉൾപ്പെട്ട റാലിയൊക്കെ തലക്കെത്തി. പിന്നെ എൻ്റെ ഫ്രണ്ട്സ് ഞങ്ങളൊക്കെ ഞങ്ങളെ വീട്ടിലേക്ക് ഇവരൊക്കെ വരുന്നതാണ്. പിന്നെ റാലി പാണ്ടിക്കടവ് പോയിട്ട് തിരിച്ച് വരുമ്പോഴാണ് എല്ലാ കുട്ടികളും തളർന്നൊക്കെ ഇരിക്കുന്നു. പക്ഷെ എന്നാലും അവരെ ഒരു ചെറിയ 1ാം ക്ലാസ്സിലെ കുട്ടികളുണ്ട് ഈ ഒരു പിങ്ക് ഇതിട്ട് കമ്മീസിട്ട ഡ്രസ്സുകൾ.
ഇതാണ് ഞങ്ങളെ മദർസത്തെ അലങ്കാരങ്ങൾ. അപ്പോൾ അടുത്തത് പാർട്ട് 2 കാണിച്ചു തരാവേ.